ബിന്ദാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ ഡ്രൈ സ്കിന്നിന് ഒരു ഒരു റിലീഫ് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഹെയർ കെയറിനെ കുറിച്ച് ഞാനിട്ട വീഡിയോ എൻ്റെ ഫ്രണ്ട്സ് പലർക്കും അത് ഇഷ്ടമായി. അവരെന്നോട് പറഞ്ഞു നല്ലതാണ്, ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നത് നല്ലതാണ്, അത് ഒത്തിരി പേർക്ക് ഉപകാരമാകുമെന്ന്. പലപ്പോഴും എന്നോട് ഡയറക്റ്റ്ലി വന്നവർ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് സ്കിൻ കെയർ എങ്ങനെ, അല്ലെങ്കിൽ ഹെയർ കെയർ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഒരു വീഡിയോ പോലെ ചെയ്യുവാണെങ്കിൽ ഒത്തിരി പേർക്ക് ഉപകാരമാകുമല്ലോ എന്ന്. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ആ ഒരു പോസിറ്റീവ് ഇതാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളോട് പറയുന്നത്. ഇന്ന് ഞാൻ പറയുന്നത് ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചെറിയ ഒരു പ്രായം തൊട്ട് എൻ്റെ ശരീരത്തിൽ ഡ്രൈ സ്കിൻ നന്നായിട്ട് എത്ര ക്രീം തേച്ചാലും എത്ര ഓയിൽ അപ്ലൈ ചെയ്താലോ അപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഡ്രൈ സ്കിന്നിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതിങ്ങനെ നല്ലതായിട്ടത് മനസ്സിലായി. എന്നെ അറിയാവുന്നവർക്കറിയാം അങ്ങനെയൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പിന്നീട് വലുതായി കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ എൻ്റെ ഒരു ആൻറ്റി എനിക്ക് പറഞ്ഞു തന്നാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ടിപ്സ്. അത് എനിക്ക് ഒത്തിരി ഉപകാരമായിട്ടുണ്ട്. എൻ്റെ ആ ഡ്രൈ സ്കിന്നും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് എൻ്റെ സ്കിന്നിന്. എനിക്ക് ഡ്രൈ സ്കിൻ ഉണ്ടാകുമ്പം ഞാൻ ഒരുപാട് എണ്ണ അപ്ലൈ ചെയ്യും. പക്ഷേ എനിക്ക് എണ്ണ തേക്കുമ്പം എനിക്ക് ജോയിൻറ്റ് പെയിൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കഴിവതും എണ്ണ ഉപയോഗിക്കും. ഒരുപാട് ക്രീമുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ അതിൽ നിന്നൊന്നും എനിക്കൊരു ആശ്വാസം കിട്ടിയിട്ടില്ല. ഇപ്പം ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇതൊരു ഉപകാരമാകട്ടെ എന്നോർത്താണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റോസ് വാട്ടർ അറിയാം, ഗ്ലിസറിൻ അറിയാം. എൻ്റെ ബോഡിയിൽ പുരട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നൊരു മിശ്രിതമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. റോസ് വാട്ടർ എടുക്കുക, ഗ്ലിസറിൻ എടുക്കുക. റോസ് വാട്ടർ നമ്മളിപ്പോൾ ഒരു 10 ml എടുത്താൽ ഗ്ലിസറിൻ ഒരു 1 ml എടുക്കത്തുള്ളൂ. കാരണം 1:10 എന്നുള്ളൊരു റേഷ്യോയിലാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങാനീരും കൂടെ അതിനകത്ത് ആഡ് ചെയ്യും. ഇത് നന്നായി മിക്സ് ചെയ്യും. ഞാൻ കുറച്ച് ചിലപ്പോൾ ഞാൻ കുറച്ച് ഡൈല്യൂട്ട് ചെയ്യും, വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യാറുണ്ട് ചില സമയങ്ങളിൽ. ആദ്യമൊക്കെ നമ്മുടെ സ്കിന്ന് ഇങ്ങനെ ഒരു ചെറിയ ഡ്രൈ ആകുന്ന പോലെ തോന്നും. എന്നാലും അത് 2-3 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ആ പാച്ചസ് ഒക്കെ മാറും. നമ്മുടെ ബോഡി നല്ല ഗ്ലേസിങ് ആയിട്ട് തോന്നും, നല്ല മിനുസമുള്ള പോലെ തോന്നും. നല്ല അതിൻ്റെ ടെക്സ്ചറിന് തന്നെ ഒരു വ്യത്യാസം വരും. അപ്പം ഇത് ഞാൻ ഉപയോഗിച്ചത് കുളി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുഴുവൻ അപ്ലൈ ചെയ്യുകയും ചെയ്യും. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. എത്രയോ വർഷമായിട്ടുള്ള എൻ്റെ ആ ബുദ്ധിമുട്ടുകൾ, നല്ല ഹാർഡായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ശരീരത്തിലെ സ്കിന്ന്. നല്ല വലിഞ്ഞ് പാടുകൾ വന്ന സ്കിന്നായിരുന്നു. അവിടെ നിന്നൊക്കെ ഇപ്പോൾ എനിക്ക് ഇത് ഞാൻ ചെയ്തപ്പോൾ ഇത് റിയലി ഇറ്റ്സ് നന്നായിട്ടിത് വർക്ക് ചെയ്യുന്നൊരു സൊല്യൂഷനാണ്. നല്ലൊരു ഹോം റെമഡിയാണ്. അതിൻ്റെ കൂടെ നമുക്ക് അത് കഴിയുമ്പോഴത്തേന് ബോഡി ലോഷൻ അപ്ലൈ ചെയ്യണമെന്നുണ്ട്, നമുക്ക് ബോഡി ലോഷൻ അപ്ലൈ ചെയ്യാം. പിന്നെ ഞാൻ ഔട്ട്സൈഡൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് ചെയ്യത്തില്ല. അതിനുശേഷം ബോഡി ലോഷൻ ഇട്ടിട്ടാണ് പോകുന്നത്. അതർവൈസ് വീട്ടിൽ നിൽക്കുന്ന സമയങ്ങളിൽ ഞാൻ മിക്കവാറും ഇത് തന്നെയാണ് കുളി കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാറുള്ളത്. ഇത് നന്നായിട്ട് ചേഞ്ച് ആകും. കുറച്ച് ഞാൻ വെള്ളം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു തിക്ക് ടെക്സ്ചർ വരത്തില്ല. ഇത് തേക്കുമ്പോൾ കുറച്ച് ശരീരത്തിലൊരു ഓയിലി പോലൊരു ഇത് വരാറുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറും. പിന്നെ നമ്മൾ അതുമായിട്ട് ഇണങ്ങി ചേരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇതിൻ്റെ ആ റിസൾട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എത്രത്തോളം നമുക്ക് ഗുണം ചെയ്തു എന്ന്. ഇപ്പം ഞാൻ വളരെ റെയറായിട്ട് അത് ഉപയോഗിക്കാറുള്ളൂ. എങ്കിൽ പോലും എൻ്റെ ആ ഡ്രൈനെസ്സിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. നല്ല വ്യത്യാസം. എനിക്ക് പലപ്പോഴും ഈ സ്ലീവ്സൊക്കെ നല്ല ഒരു ഹാഫ് സ്ലീവ്സൊക്കെ ഉപയോഗിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷനില്ല. ഒരുപാട് മാറ്റം അതിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ റെമഡി എല്ലാവർക്കും കൂടി പറഞ്ഞത്. ഈ വീഡിയോയിൽ പല അപാകതകളൊക്കെ ഉണ്ടെങ്കിലും എന്നോട് ക്ഷമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും തിരുത്തലുകൾ വേണമെന്നുണ്ടെങ്കിൽ
കമൻറ്റുകൾ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും ഒരു അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.